ശുദ്ധജല കുടിവെള്ള പദ്ധതിയുടെ ജലസംഭരണി തകർന്നതോടെ വയനാട് പള്ളിവയൽ 50 ഏക്കറിലെ ഉന്നതി നിവാസികളുടെ കുടിവെള്ളം മുട്ടി. വനാതിർത്തിയോട് ചേർന്ന് നിർമ്മിച്ച കുഴികളിൽ നിന്നാണ് നിലവിൽ ഇവർ കുടിവെള്ളം എടുക്കുന്നത്. വന്യമൃഗശല്യം രൂക്ഷമായ വനാതിർത്തിയിൽ ജീവൻ പോലും പണയം വെച്ചാണ് ഇവർ വെള്ളമെടുക്കാനായി പോകുന്നത്. കഴിഞ്ഞ മഴക്കാലത്താണ് ഉന്നതി നിവാസികൾക്ക് കുടിവെള്ളം ലഭിച്ചിരുന്ന ജലസംഭരണിയും പൈപ്പും തകർന്നത്. നിലവിൽ വനാതിർത്തിയോട് ചേർന്ന് ഉന്നതി നിവാസികൾ തന്നെ നിർമ്മിച്ച കുഴികളിൽ നിന്നുമാണ് വീട്ടാവശ്യങ്ങൾക്കടക്കമുള്ള വെള്ളം ശേഖരിക്കുന്നത്. കാട്ടുനായ്ക്ക വിഭാഗത്തിൽപ്പെട്ട 25ഓളം കുടുംബങ്ങളാണ് കഴിഞ്ഞ ഒരു വർഷമായി കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടാ. ചെളി അട്ട ഉണ്ടാവും, നടക്കാൻ പറ്റില്ല. പോയാൽ അങ്ങോട്ട് പോയാലേ കാലും ഒക്കെ നിൽക്കില്ല, കാലൊക്കെ അങ്ങോട്ട് പോകും ഈ തോട്ടിലേക്ക്. നാടിനാണ് വെള്ളത്തിന് ഇല്ല, ആരും ഇടപെട്ടിട്ടില്ല. പറഞ്ഞാലേ കേൾക്കില്ല. എത്ര ആളെ പറഞ്ഞു വോട്ട് ജയിച്ചാലേ അതൊക്കെ ചെയ്യാന്ന് പറഞ്ഞു, അത് ചെയ്തിട്ടില്ല. വന്യമൃഗശല്യം രൂക്ഷമായ വനാതിർത്തിയിൽ ജീവൻ പോലും പണയം വെച്ചാണ് ഇവർ വെള്ളമെടുക്കാനായി പോകുന്നത്. വന്യമൃഗങ്ങൾ വന്ന് വെള്ളം കുടിക്കുമെന്നതിനാൽ കുഴികൾക്ക് ചുറ്റും വേലി കെട്ടിയും മൂടി വെച്ചുമാണ് വെള്ളം സംരക്ഷിക്കുന്നത്. ഞാൻ ഒരു ദിവസം വന്ന് വെള്ളത്തിന് ആന നിന്നതാ ഇവിടെ. ആ വെള്ളം എടുത്തിട്ട് അങ്ങോട്ട് വാങ്ങ ഓടി. ആന വരും, ആന ഇവിടുത്തെ വെള്ളം തന്നെ കുടിക്കുള്ളൂ, തോട്ടിലെ വെള്ളം കുടിക്കില്ല. പഴയ പഞ്ചായത്ത് ഭരണകാലത്ത് തന്നെ കുടിവെള്ള പദ്ധതി പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ഉന്നതി നിവാസികൾ അപേക്ഷ നൽകിയെങ്കിലും പഞ്ചായത്ത് യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. പുതിയ പഞ്ചായത്ത് ഭരണസമിതിയോട് പലതവണ ഇക്കാര്യം ഉന്നയിച്ചിട്ടും ഇതുവരെ പ്രശ്നം പരിഹരിക്കുന്നതിനായി ഒരു തുക പോലും മാറ്റിവെച്ചിട്ടില്ലെന്നും പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് അംഗം അശ്വതി സതീഷ് പറഞ്ഞു. കുഴികളിൽ നിന്നും എടുക്കുന്ന ശുദ്ധീകരിക്കാത്ത വെള്ളം ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഉന്നതി നിവാസികൾ പലതരം ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടാറുണ്ടെന്നും പഞ്ചായത്ത് അംഗം പറയുന്നു. കഴിഞ്ഞ മഴക്കാലത്ത് ജലസംഭരണി പൊട്ടിയതിനു ശേഷം വന്യമൃഗശല്യം ഏറെയുള്ള വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഈ കുളങ്ങളിൽ നിന്നാണ് ഉന്നത നിവാസികൾ വെള്ളം ശേഖരിക്കുന്നത്. തങ്ങളുടെ ഈ ദുരിതത്തിന് എത്രയും വേഗം പരിഹാരം കാണണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. ക്യാമറ പേഴ്സൺ റിൻഡുവിനോടൊപ്പം ലിൻഡോ തോമസ്, ന്യൂസ് മലയാളം, വയനാട്.